ഡ്രീം ഫിറ്റ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഗോതമ്പ് പൊടി കൊണ്ട് വളരെ സോഫ്റ്റായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പമാണ്. ഇതെൻ്റെ ഒരു ഇൻറ്റിമേറ്റ് ഫ്രണ്ട് എനിക്ക് പറഞ്ഞു തന്നതാണ്. ഞാൻ 2 പ്രാവശ്യം ഉണ്ടാക്കി നോക്കി, വീട്ടിലെല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന്. അപ്പം ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ 4 ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് വേണ്ടത്. ഗോതമ്പ് പൊടി ഒന്ന് അരിച്ചെടുക്കണം. പിന്നെ വേണ്ടത് 4 പഴം, പാളയംകുടം പഴം തന്നെ വേണം കേട്ടോ. പിന്നെ കുറച്ച് 2 സ്പൂൺ എള്ള, കുറച്ച് തേങ്ങാക്കൊത്ത് ചെറുതായി അരിഞ്ഞു വെച്ചത്, പിന്നെ ശർക്കരപ്പാനി. ഇപ്പം 4 ഗ്ലാസ് ഗോതമ്പ് പൊടിക്ക് 400 ഗ്രാം ശർക്കരയാണ്. 400 ഗ്രാം ശർക്കര വെള്ളമൊഴിച്ച് അരിച്ച് ഊറ്റിയെടുക്കണം. അപ്പം നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ അരിച്ച് വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടി ഈ ഗ്ലാസ്സിലാണ് 4 ഗ്ലാസ് ഞാൻ എടുത്തത്. പിന്നെ ഇതാണ് പാളയംകുടം പഴം 4 എണ്ണം. ഇത് ഒരുവിധം ചെറിയ പഴമാണ്, അതുകൊണ്ടാണ് 4 എണ്ണം എടുത്തത്. വലിയ പഴമൊക്കെ ആണെങ്കിൽ 3 എണ്ണം മതി. പിന്നെ എടുത്തിരിക്കുന്നത് എള്ളാണ്, അത് 2 സ്പൂൺ ഉണ്ട്. പിന്നെ ഒരു നുള്ള് ഉപ്പുണ്ട്. പിന്നെ ഒരു മുറി നാളികേരം നന്നായി ചെറുതായി കൊത്തിയരിഞ്ഞ് വെച്ചിരിക്കുന്നതാണിത്. അപ്പം 400 ഗ്രാം ശർക്കരയിൽ 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഉരുക്കി അരിച്ച് വെച്ചിരിക്കുന്നതാണ് ഇത്. അങ്ങനെ വയ്ക്കുമ്പോഴേക്കും അത് ഒരു 4-4.5 ഗ്ലാസ്സോളം ഉണ്ടാകും അരിച്ചെടുക്കുമ്പോൾ. ആദ്യം തന്നെ നമുക്ക് ഈ തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കാം. അതിനുവേണ്ടി ഞാൻ ചീനിച്ചട്ടി അടുപ്പിൽ വയ്ക്കുകയാണ്. ഇത് നെയ്യിൽ തന്നെ വറക്കണം കേട്ടോ. അതിനുവേണ്ടി നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. തേങ്ങ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും ആ എള്ളും കൂടി ഇട്ടൊന്ന് അതിലിളക്കണം. ഇത് മൂത്ത് തുടങ്ങി. നമുക്കപ്പോൾ ഈ എള്ളും കൂടി ഇതിൻ്റെ അകത്തേക്ക് എന്നിട്ട് എള്ളും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം ഇത് ഓഫ് ചെയ്ത് വെച്ചു. മാവ് കലക്കുമ്പോൾ അതിൽ ചേർത്ത് കൊടുക്കാനാണിത്. ഇനി നമുക്ക് മാവ് ചേർത്ത് കൊടുക്കാനുള്ള പഴം ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. ഇനി നമുക്ക് നമ്മൾ അരിച്ച് ഊറ്റി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി കുറേശ്ശെ ഇതിലേക്ക് ഒഴിച്ച് ഇളക്കി കൊടുക്കാം. അതിൻ്റെ കൂടെ ഈ ഉപ്പും കൂടി ചേർക്കാം. ചൂടുണ്ടാവും, അതുകൊണ്ട് തവി കൊണ്ട് ഇളക്കുന്നതാണ് നല്ലത്. പഴം ചേർക്കുമ്പോൾ വേണമെങ്കിൽ നമുക്ക് കൈ കൊണ്ട് ഇളക്കി ചേർക്കാം കേട്ടോ. പഴം ശരിക്കും മിക്സ് ആയില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൈ കൊണ്ട് മിക്സ് ചെയ്യാം. ഇതിൽ കുറഞ്ഞ ക്വാണ്ടിറ്റി ഉണ്ടാക്കാം കേട്ടോ. ഞാനിപ്പോൾ 4 ഗ്ലാസ് എടുത്തു എന്നേ ഉള്ളൂ. ഈ അപ്പം ഇരിക്കുന്നതോറും സ്വാദ് കൂടണം. അപ്പമാണ് കുറേ ദിവസം ഇരിക്കും. നമ്മൾ ഇന്ന് ഉണ്ടാക്കി കഴിക്കണതിലും ടേസ്റ്റാണ് അത് നാളെ കഴിക്കുമ്പോൾ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെച്ചാൽ 3-4 ദിവസത്തേക്ക് ഇരിക്കുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ 4 ഗ്ലാസ് എടുത്തത്. 2 ഗ്ലാസ് പൊടി എടുക്കണമെങ്കിൽ ഇതിൻ്റെ നേരെ പകുതിയെല്ലാം എടുത്താൽ മതി. അപ്പോൾ 200 ഗ്രാം ശർക്കര എടുത്താൽ മതി. പഴം ചെറുതാണെങ്കിൽ 2 എണ്ണം എടുത്താൽ മതി. നമ്മൾ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന ഈ നാളികേരം എള്ളും കൂടി ഇതിലേക്ക് ചേർക്കാം. ഈ നെയ്യടക്കം ചേർക്കാം ആദ്യം. അപ്പം ഉണ്ണിയപ്പത്തിന് നല്ല നെയ്യിൻ്റെ ടേസ്റ്റ് വരും. ഇനി നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന പഴം കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം.
ശർക്കര പാനി ബാക്കിയുണ്ട്, അതും കൂടി ഒഴിച്ച്. ഈ മാവ് കലക്കി എടുത്തു വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് അപ്പം തന്നെ ഉണ്ടാക്കാം കേട്ടോ. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന അപ്പത്തിൻ്റെ പോലെ ബുദ്ധിമുട്ടൊന്നുമില്ല. അരി അരയ്ക്കണ്ട, കലക്കി കുറേ മണിക്കൂർ വയ്ക്കും, അതൊന്നും ആവശ്യമില്ല. നമുക്ക് ഇപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാം. മാവ് റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഇങ്ങനെ കിട്ടണ ഒരു പാകമാണ് ഇതിൻ്റെ കണക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ അത് അടിവശം പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഈ കുഴി നിറച്ചൊഴിക്കണ്ട കേട്ടോ, ചെറുതായിട്ട് ഒഴിച്ചാൽ മതി, അല്ലെങ്കിൽ മറിച്ചിടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. സൈഡ് മുരിഞ്ഞ് വന്നു കഴിയുമ്പോൾ നമുക്ക് ഒന്ന് മറിച്ചിടാം കേട്ടോ. അപ്പം മൂത്ത് വരുമ്പോൾ കുറച്ച് നെയ്യ് ഇങ്ങനെ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നെയ്യിൻ്റെ നല്ല സ്വാദായിരിക്കും അപ്പത്തിന്. മുഴുവൻ നമ്മൾ നെയ്യിൽ വറക്കണമെന്നില്ല, അല്ലാണ്ട് തന്നെ നല്ല നെയ്യപ്പം പോലെ ഇരിക്കും. ഒരു വശം മൂത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി അപ്പുറം കൂടി ഒന്ന് മൂപ്പിക്കണം കേട്ടോ, ഇങ്ങനെ തിരിച്ചിട്ട്. മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ അപ്പം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അപ്പം നമുക്കത് ഇനി എടുക്കാം. ഇത് പപ്പടക്കോലാണ്. ഈ പപ്പടക്കോല കൊണ്ട് ഇങ്ങനെ കുത്തിയെടുക്കാനാണ് എളുപ്പം. 3-4 അപ്പം നമുക്കിങ്ങനെ എടുത്തിട്ട് എണ്ണ നല്ലോണം കുടഞ്ഞ് ഒരു പാത്രത്തിൽ ടിഷ്യൂ വെച്ചിട്ടുണ്ട്. ആ ടിഷ്യൂയുടെ ഉള്ളിലേക്ക് നമുക്ക് കുത്തിയെടുക്കുകയാണെങ്കിൽ എണ്ണ അധികം ഉള്ളതൊക്കെ ആ ടിഷ്യൂ വലിച്ചെടുത്തോളൂ. അത്രയും ഭാഗത്ത് അപ്പം ആയി കഴിയുമ്പോൾ മീതെ വേറൊരു ടിഷ്യൂ വെച്ചാൽ മതി, എന്നിട്ട് അതിലേക്ക് കുത്തിയെടുക്കണം. ഈ അളവുകൊണ്ട് ഏകദേശം ഒരു 70 അപ്പത്തിൻ്റെ അടുത്ത് ഉണ്ടാക്കാം കേട്ടോ. ഇത് ചെറിയ അപ്പമാണ്. ഇതിലും വലിയ അപ്പക്കാരയാണെങ്കിൽ കുഴി വലുതാണെങ്കിൽ അത്ര ഉണ്ടാവില്ല. ഇത് ഏകദേശം ഒരു 70 എണ്ണത്തിൻ്റെ അടുത്ത് 7 ട്രിപ്പ് ഉണ്ടാക്കുക. ഇത് 7 കുഴിയുള്ള ഒരു അപ്പക്കാര. പഴയ ഇരുമ്പിൻ്റെ അപ്പക്കാരയാണ്. ഇപ്പം നോൺ സ്റ്റിക്കിൻ്റെയൊക്കെ വരുന്നുണ്ട്. അതാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും മറിച്ചൊക്കെ ഇടാൻ. നമുക്ക് അടുത്ത അപ്പത്തിന് ഒഴിക്കാം. ഫ്ലെയിം മീഡിയത്തിൽ വെച്ചാൽ മതി, അല്ലെങ്കിൽ അടിവശം കരിയും ചെയ്യും, അകത്ത് വേവും വരില്ല. ഇതിനധികം വേവ് ഉണ്ടാവില്ല. നമ്മൾ നല്ല ചൂടുള്ള ശർക്കര പാനിയോട് കുഴച്ച് കാരണം അധികമൊന്നും വേവാനില്ല ഇത്. അപ്പം നെയ്യ് ഒഴിച്ച് കൊടുക്കാൻ മറക്കരുത്. കുറച്ച് നെയ്യ് നടുവശത്ത് ഒഴിച്ചാൽ എല്ലായിടത്തേക്ക് സ്പ്രെഡ് ആയിക്കോളും. നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പമാണ്. കണ്ടോ, നല്ല സോഫ്റ്റ് അല്ലേ? ഇത് ഇരിക്കുന്നതോറും സ്വാദ് കൂടും. ഇന്ന് ഉണ്ടാക്കിയാലും ടേസ്റ്റ് ആയിരിക്കും നാളെ കഴിക്കുമ്പോൾ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ എന്താ ഇടാത്തതെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. ഉടനെ തന്നെ അടുത്ത് ഇടുന്നതായിരിക്കും. വേറെ കുറച്ച് തിരക്കിലൊക്കെ ആയി പോയതുകൊണ്ടാണ്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.